സഹകരണ ജീവനക്കാരോടുള്ള അവഗണനയ്ക്കെതിരെ സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC തുടക്കം കുറിക്കുകയാണെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ അറിയിച്ചു. സമരപരിപാടികളുടെ ആദ്യഘട്ടമായി ഡിസംബർ 5-ന് സംസ്ഥാന വ്യാപകമായി കരിദിനമായി ആചരിക്കും. ഡിസംബർ 22-ന് എറണാകുളത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. സഹകരണ ജീവനക്കാരോടുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി വലിയ പ്രക്ഷോഭ പരിപാടികൾക്ക് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് INTUC തുടക്കം കുറിക്കുകയാണെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കോൺഗ്രസ് എന്ന സംഘടനയാണ് INTUCയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായിട്ടാണ് ഈ സംഘടന വർക്ക് ചെയ്തു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയാണ് ഇന്ന് കൊല്ലത്ത് നടക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി കൂടുന്നതുകൊണ്ട് കൊല്ലത്ത് പത്രക്കാരെ കണ്ട് സഹകരണ മേഖലയിലെ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഗൗരവതരമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് പത്രക്കാരെ കൂടി വിവരങ്ങൾ അറിയിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തത്. നമുക്കറിയാം, കേരളത്തിലെ സഹകരണ മേഖലയിൽ അടിക്കടി പരിഷ്കാരങ്ങൾ വരികയാണ്. പരിഷ്കാരങ്ങൾ വരുന്നതിനൊന്നും നമ്മളാരും എതിരല്ല. പക്ഷേ ഓരോ പരിഷ്കാരവും സഹകരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന പരിഷ്കാരങ്ങളാണ്. സഹകരണ മേഖല എന്ന് പറയുന്നത് ഒരു സർക്കാരിൻ്റെ ഔദാര്യം കൊണ്ട് പ്രവർത്തിക്കുന്ന മേഖലയല്ല. സഹകാരികൾ സ്വരൂപിച്ച് സംഘടിപ്പിച്ചെടുത്ത് നന്നായി നടത്തി വരുന്ന ആ സഹകരണ സ്ഥാപനങ്ങളെ ഒരു സംസ്ഥാന സർക്കാർ അതിൻ്റെ ഓവറോൾ സൂപ്പർവിഷനും നിയന്ത്രണങ്ങളും പരിശോധനകളും ഒക്കെ നടത്തേണ്ടതാണ് എന്നുള്ളതാണ് സത്യം. നിർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ആ സഹകരണ രംഗത്ത് അടിക്കടിയുന്ന പരിഷ്കാരങ്ങൾ വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത് കേരള ബാങ്കിൻ്റെ പലിശ കൂട്ടി. കേരള ബാങ്കിൻ്റെ പലിശ ഡിപ്പോസിറ്റിന് കൂട്ടുമ്പോൾ അതിന് താഴെ കേരള ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന സഹകരണ സ്ഥാപനങ്ങൾ എടുക്കുന്ന ഡിപ്പോസിറ്റിൻ്റെ പലിശ അതനുസരിച്ച് കൂടുക എന്നുള്ളത് പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ സാധാരണ പ്രാഥമിക സഹകരണ സംഘങ്ങൾ ഡിപ്പോസിറ്റ് സംഭരിച്ച് അത് ജില്ലാ സഹകരണ ബാങ്കുകളായി പണ്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ കേരള ബാങ്കിൽ നിക്ഷേപിക്കുന്നതാണ് സമ്പ്രദായം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ച DA സഹകരണ ജീവനക്കാർക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് ചന്ദ്രശേഖരൻ പറഞ്ഞു. കേരള ബാങ്ക് പ്രാഥമിക സഹകരണ സംഘങ്ങളെ ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് കാണുന്നത്. ഇന്ദിരാഗാന്ധി ബാങ്കുകളെ ദേശസൽക്കരിച്ചിരുന്നു. സാധാരണക്കാർക്ക് ബാങ്കിംഗ് സേവനം ഇതിലൂടെ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ ഈ ബാങ്കുകളെല്ലാം ലയിപ്പിച്ച കേന്ദ്ര മോഡലിൽ കേരളത്തിലെ ജില്ലാ സഹകരണ ബാങ്കുകൾ ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാർ കേരള ബാങ്കിന് രൂപം നൽകിയത് ഇത്തരമൊരു ലക്ഷ്യത്തോടെയാണ്. ഇതിന്റെ പ്രയോജനം ആർക്ക് എങ്ങനെ ലഭിച്ചു എന്ന് അറിയില്ല. പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ പ്രാഥമിക സഹകരണ സംഘങ്ങളെ തകർച്ചയിലേക്ക് നയിക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത്. സഹകരണ ജീവനക്കാർക്ക് പ്രൊമോഷൻ ലഭിക്കാത്ത ചട്ട ഭേദഗതി പിൻവലിക്കുക, പുതിയ ക്ലാസിഫിക്കേഷൻ പരിഷ്കരണം ധൃതിവെച്ച് നടപ്പാക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. സമരപരിപാടികളുടെ ആദ്യഘട്ടമായി ഡിസംബർ 5-ന് സംസ്ഥാന വ്യാപകമായി കരിദിനം ആചരിക്കും. ഡിസംബർ 22-ന് എറണാകുളത്ത് സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ആമ്പക്കാട് സുരേഷ്, കൈപ്പള്ളി മാധവൻകുട്ടി, SR ഹാരിസ്, രഘു പാണ്ഡവപുരം, റോയി ഐസക്, ഡാനിയൽ, ശ്രീനാഥ്, രഘു, PS ഷീജാദേവി തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.